ധാരാളമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ചും ഏതൊരു അമലു സ്വാലിഹാത്തിൻ്റെയും അവസാനത്തിലുള്ള ഇസ്തിഗ്ഫാർ റബ്ബിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഖിയാമുൽ ലൈലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയിൽ ഒരുപാട് നമസ്കരിക്കും, അവസാനിക്കാൻ നേരം ഇസ്തിഗ്ഫാർ നടത്തും. നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഉടനെ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ്. നബിയുടെ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തുകളിൽ ഒന്നാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. അല്ലാഹുവിനെ ഹംദ് ചെയ്യൂ, ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിച്ചോളൂ. അവസാന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി ധാരാളമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ ഇസ്തിഗ്ഫാർ കണ്ടാൽ ഒരാൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഇത്രയും കാലം തിന്മ ചെയ്ത ആളായതുകൊണ്ടാണോ ഇത്രയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്, ആ നുബുവത്തിന് മുമ്പും ശേഷവും ആ പ്രവാചകൻ പെർഫെക്റ്റ് ആയിരുന്നു. ആ റസൂലുള്ളാഹി ഇത്രയധികം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എങ്ങനെ വർദ്ധിപ്പിക്കണം? അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ അഹബ്ബ അൻ തസുറഹു സഹീഫതുഹു ഫൽയുക്സിറു ഫീഹാ മിനൽ ഇസ്തിഗ്ഫാർ. കർമ്മരേഖ പരലോകത്ത് നൽകപ്പെടും. വവുദിയൽ കിതാബ് എന്ന് പറഞ്ഞ കർമ്മരേഖ പരലോകത്ത് തരും. ഈ കർമ്മരേഖ കണ്ട് സന്തോഷിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ എന്നാണ്. കാരണം കർമ്മരേഖയിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണെന്നറിയാമോ? തിന്മകളെ മായ്ച്ചളയലാണ്. ഗഫറ എന്നുള്ള വേർഡിന്റെ അർത്ഥം തന്നെ മറച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത തിന്മകളൊക്കെ ഇതിൽ നിന്ന് മായ്ക്കപ്പെടുകയോ മറക്കപ്പെടുകയോ ചെയ്യുന്നതാണ്. പിന്നെ നന്മകൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ സന്തോഷം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിൽ. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും വസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ തുടങ്ങി ഇസ്തിഗ്ഫാറിന് പ്രേരിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരെ പ്രശംസിച്ചുകൊണ്ട് കാണാം. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്ന് പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പാപമോചനം തേടലും തൗബയും ധാരാളമായി അവസാന പത്തിൽ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا